Hi friends, welcome to our channel Key on Fire. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ മോഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടോർക്ക് നോക്കാം. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കി, ഫസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഡി ആയിട്ട് എടുക്കാം. അതായത് എവിടെയെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇങ്ങനൊരു ഫോഴ്സ് ഒരു സർക്കുലർ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടോർക്ക് ഈ പോയിന്റിലേക്കാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. സോ ദിസ് ഈസ് ആർ ആണ്. സോ അങ്ങനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ലീനിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൈപ്പോ റോഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് എ ഫോഴ്സ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഈസ് എക്സ്, ദിസ് വൺ ഈസ് x1. സോ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ force into this is F1, this is F2. Torque is equal to F1 into x minus this one is F2 into x1. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ഇൻറ്റു ഇതുവരെയുള്ള ടോർക്ക് അബൌട്ട് ദ പോയിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ഇൻറ്റു ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എക്സ്, F1 ഇൻറ്റു എക്സ്. അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് മൈനസ്. അതുപോലെ തന്നെ F2 ഇൻറ്റു x1 അത് വന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് പ്ലസ്. സോ ഇതേമാതിരി തന്നെ നമ്മൾ ടോർക്ക് നമ്മുടെ ലീനിയർ മോഷൻ്റെ കേസിൽ ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. ലീനിയർ മോഷൻ്റെ കേസിൽ ഫോഴ്സിന് പകരമായിട്ടാണ് നമ്മളിവിടെ ടോർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ടോർക്ക് ഇവിടെ എന്ത് വരും? മാസിന് പകരം റൊട്ടേഷണൽ മോഷനിൽ നമുക്ക് വരുന്നത് ദാറ്റ് ഈസ് ഐ, ദാറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ആൽഫയ്ക്ക് പകരം ആംഗുലാർ ആക്സിലറേഷന് പകരം ഇറ്റ് കംസ് ലീനിയർ ആക്സിലറേഷന് പകരം വരുന്നതാണ് ആംഗുലാർ ആക്സിലറേഷൻ. സോ അത് തന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ പഠിച്ചു. കൈനറ്റിക് എനർജി, മൊമെൻറ്റം ഇതേമാതിരി തന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ലീനിയറിൻ്റെ കേസിലുണ്ട്, അതുപോലെ തന്നെ റൊട്ടേഷണലിൻ്റെ കേസിലുണ്ട്. സോ കൈനറ്റിക് എനർജി ഇൻ ദ കേസ് ഓഫ് ലീനിയർ ഇറ്റ് ഈസ് ഹാഫ് mv². സോ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഡെറൈവ് നമുക്ക് എടുക്കാം, ബട്ട് ഇറ്റ് ഈസ് ഈസി. ഈ മെത്തേഡാണ് ഈസി. നമ്മൾ ഇന്ന് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നത്. കൈനറ്റിക് എനർജി ഫോർ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ വരുമ്പം ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഐ, വിന് പകരം ω². ഇനി നമുക്ക് എടുക്കാം മൊമെൻറ്റം. P, momentum in the case of linear, mass into velocity. In the case of angular, momentum is L, that is മാസിന് പകരം ഇവിടെ ഐ ഇൻറ്റു ഇതിന് പകരം ഒമേഗ. സോ പിന്നെ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ മൊമെൻറ്റവും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടൊക്കെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാം. ഞാനൊന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഇത് 2017 കീമിൽ ചോദിച്ചൊരു പ്രോബ്ലം ആണ്. ഓക്കെ, എ ടോർക്ക് ഓഫ് 1 Newton meter ഈസ് അപ്ലൈഡ് ടു എ വീൽ വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ടോർക്ക് എത്രയാണ്? 1 Newton meter. ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എ വീൽ. ആ വീൽ എന്താണ്? ഇപ്പം റെസ്റ്റിലിരിക്കുന്ന ഒരു വീലിലേക്ക് നമ്മളൊരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ആഫ്റ്റർ 2 seconds അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിഷ്യലി ഇറ്റ് വാസ് അറ്റ് റെസ്റ്റ്. ആഫ്റ്റർ 2 seconds ദ ആംഗുലാർ മൊമെൻറ്റം, നമ്മളോട് ചോദിച്ചേക്കുന്ന 2 സെക്കൻഡിന് ശേഷമുള്ള ആംഗുലാർ മൊമെൻറ്റം എത്രയാണെന്ന്. ഓക്കെ, നമുക്കത് സോൾവ് ചെയ്താലോ? തന്നിരിക്കുന്നതൊക്കെ എഴുതാം. ടോർക്ക് എന്ന് വെച്ചാൽ ടൗ, ദാറ്റ് ഈസ് ഗിവൺ അസ് 1 Newton meter. അത് റെസ്റ്റിലാണ്. റെസ്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഐ ഈസ് ഈക്വൽ ടു 0. ഒമേഗ ഫൈനൽ ദാറ്റ് വി ഡോണ്ട് നോ. ആഫ്റ്റർ 2 seconds അത് നമുക്കറിയത്തില്ല. ഒമേഗ ഫൈനൽ നമുക്കറിയത്തില്ല. ഓക്കെ, ടൈം ഈസ് ഈക്വൽ ടു 2 seconds. അതിനുശേഷം ചോദിച്ചേക്കുന്നത് എന്താ? ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ, അതാണ് കാണിച്ചേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും കാര്യങ്ങൾ പെട്ടെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്കറിയാം ടൗ എന്ന് പറയുന്നത് ലീനിയറിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിന് പകരമാണ് മൊമെൻറ്റം. അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ കേസിൽ നമുക്കറിയാം എന്താണ്? പി. ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ അതുകൊണ്ട് ടൗ എന്തായിരിക്കും? ടൗ ഈസ് ഈക്വൽ ടു ഈ മാസിന് പകരം ടൗവിൻ്റെ കേസിൽ ഐ, ആൽഫാന് പകരം
സോറി ആക്സിലറേഷന് പകരം ആൽഫ. ഓക്കെ, സോ ടൗ നമുക്കറിയാം ഐ ആൽഫയാണെന്ന്. ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ കാണാതെ പഠിച്ചോളാം. അഥവാ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. റൊട്ടേഷണലും ലീനിയറും തമ്മിലുള്ള കമ്പാരിസൺ എടുത്താൽ മതി. ഇനി എല്ലിന് പകരം നമ്മുടെ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം ആണ് എന്ത്, മാസിൻ്റെ വെലോസിറ്റി. സോ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിന് പകരം ഇവിടെ ആയി, വിക്ക് പകരം ഇറ്റ് ഈസ് ഒമേഗ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ അറിയാം. നമുക്കിനി ബാക്കി നോക്കാം. അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്നത് ടൗ എന്താണെന്ന് നമുക്കറിയാം, ഐ ഇൻറ്റു ആൽഫ. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ബൈ ടി. അതറിയാലോ. ഇനിയിപ്പോൾ അതും ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അതാണ് നമ്മുടെ ലീനിയർ കേസിൽ. ഹിയർ ഇറ്റ് ഈസ് ആംഗുലർ. അപ്പോൾ ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ സോ ഇറ്റ് ഈസ് ഐ ഇൻറ്റു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി. തന്നിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. സോ അവർ ടൗ ഇസ് ഈക്വൽ ടു, എത്രയാണ് ടൗ തന്നേക്കുന്നത്, 1 ഇസ് ഈക്വൽ ടു ഐ നമുക്കറിയത്തില്ല, ഐ ഇസ് നോട്ട് ഗിവൺ. സോ ഐ, ഇനി ഒമേഗ ഫൈനൽ ദാറ്റ് വി ഡോണ്ട് നോ, ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ എത്രയാണ്, ഇറ്റ് ഈസ് 0 ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 seconds. ഇപ്പം ഇത്രയും നമുക്കറിയാം. സോ 1 ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു 0 അല്ലേ, ഒമേഗ ഫൈനൽ ബൈ 2. അപ്പോൾ ഐ ഇൻറ്റു ഒമേഗ ഫൈനൽ അല്ലെങ്കിൽ ഐ ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്, 2 വന്നു. സോ ഐ ഒമേഗയല്ലേ നമ്മളോട് ചോദിച്ചേക്കുന്നത്. വി ആർ ആസ്ക്ഡ് എൽ ഐ ഒമേഗ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അവർ ആംഗുലാർ മൊമെൻറ്റം. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഐ ഇൻറ്റു ഒമേഗ ഫൈനൽ. കാരണം ഒമേഗ ഇനിഷ്യൽ എന്തായാലും ഇല്ല, 0. സോ ഇപ്പം നിലവിലുള്ള ഒമേഗ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഒമേഗ ആഫ്റ്റർ 2 seconds വാട്ട് ഈസ് ദ ആംഗുലാർ ആംഗുലാർ വെലോസിറ്റി ഈസ് ഒമേഗ. ആംഗുലാർ മൊമെൻറ്റം ആണ് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഐ ഇൻറ്റു ഡബ്ല്യു എഫ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ആൻസർ ഉണ്ടല്ലോ 2. സോ വെരി സിമ്പിൾ. ഈ രണ്ട് കാര്യങ്ങൾ, ആംഗുലാർ മൊമെൻറ്റം, പിന്നെ അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഈ ടൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആൽഫ, എൽ എന്ന് പറഞ്ഞാൽ ഐ ഒമേഗ. അപ്പോൾ ഇത് തമ്മിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒമേഗ ഇനിഷ്യലി 0, ദെൻ ഒമേഗ ഫൈനൽ വി ഡോണ്ട് നോ, ടി തന്നിട്ടുണ്ട്, എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം, അത് ഐ ഒമേഗ. നമുക്ക് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്തായാലും അറിയാം, പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. അതുകൊണ്ട് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഒമേഗ. ഓക്കെ, ഇത് 2024 ഒരു പ്രോബ്ലമാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുക, കയ്യിൽ പേപ്പറും പേനയും കരുതുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത്രയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തില്ലേ, വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. എന്നിട്ട് നമ്മുടെ ആൻസറും കൂടെ നോക്കുക. ഓക്കെ, കമ്പയർ ചെയ്യുക. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓക്കെ, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യുക നമ്മൾ ആൻസറൊക്കെ കേട്ടിട്ട്. ഓക്കെ, ഇഫ് എ ടോർക്ക് ഓഫ് 1.25 ന്യൂട്ടൺ മീറ്റർ, ടോർക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.25 ന്യൂട്ടൺ മീറ്റേഴ്സ്, ആക്ട്സ് ഓൺ എ സർക്കുലർ റിംഗ്. ഒരു സർക്കുലർ റിങ്ങിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 4 seconds, 4 സെക്കൻഡാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ടേംസ് മാത്രം ഒന്ന് ഓർത്താൽ മതി. ലീനിയർ മൊമെൻറ്റം നമുക്കറിയാം, ആംഗുലാർ മൊമെൻറ്റം ചോദിച്ചിട്ടുണ്ട്. ടോർക്ക് നമുക്ക്, ഫോഴ്സ് നമുക്കറിയാം, ഇൻ ദ ലീനിയർ കേസ് ടോർക്ക് തന്നിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോർക്ക് ഈസ് ഗിവൺ ആസ് 1.25 ന്യൂട്ടൺ മീറ്റർ. പിന്നെന്താ തന്നിരിക്കുന്നത്, സർക്കുലർ റിംഗ് ആണ്. റിംഗ് ഈസ് ഗിവൺ ഫോർ എ ഡ്യൂറേഷൻ, ടൈം ഈസ് ഈക്വൽ ടു 4 seconds. അങ്ങനെയാണെങ്കിൽ വി വാണ്ട് ടു നോ ആംഗുലാർ മൊമെൻറ്റം. വാട്ട് ഈസ് ആംഗുലാർ മൊമെൻറ്റം? അപ്പം നമുക്ക് എന്താ അറിയാം, ടൗ ഈസ് ലൈക്ക് ഫോഴ്സ്, ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതുപോലെ തന്നെ ലീനിയർ മൊമെൻറ്റം, ഇറ്റ്സ് ലൈക്ക് ലീനിയർ മൊമെൻറ്റം പി ആണ്, ദാറ്റ് ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ലീനിയറിൻ്റെ കേസിൽ നമുക്കുള്ളത്, ലീനിയർ മോഷൻ്റെ കേസിൽ നമുക്കുള്ളത് ഫോഴ്സ് ആണെങ്കിൽ, സോ ടൗ എന്താണ്, മാസിന് പകരം ഇറ്റ് ബിക്കംസ് ഐ ആൽഫ, ആക്സലറേഷന് പകരം ആൽഫ. ആൻഡ് ലീനിയർ മൊമെൻറ്റം ഇറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എം വി. അത് സർക്കുലർ മൊമെൻറ്റിലേക്ക് വരുമ്പോൾ മാസ് ഈസ് ഐ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒമേഗ. പിന്നെ നമുക്ക് ആൽഫ എന്താണെന്നറിയാം, ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി.
ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ അത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇനി ഇത്രയൊക്കെ ക്ലൂ കിട്ടിയില്ലേ, ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ നോക്കാം, ശ്രദ്ധിച്ചാൽ മതി. സോ വി വാണ്ട് ടു നോ എൽ. എൽ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആൽഫ എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ടൗ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഒമേഗ, ടൗ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ, ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി. ഇവർ ചോദിച്ചേക്കുന്നത് എൽ അല്ല, ചോദിച്ചേക്കുന്നത് ആംഗുലാർ മൊമെൻറ്റം ചേഞ്ചസ് ബൈ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് ആണ്, അതായത് ഡെൽറ്റ എല്ലാണ് ചോദിച്ചേക്കുന്നത്. എന്തുമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട്. സോ എൽ വി നോ, സോ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഐക്ക് ഒരു ചേഞ്ച് വരില്ലല്ലോ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി, ഇപ്പോൾ സർക്കുലർ റിംഗ് ആണെങ്കിൽ എന്താണ് ഐ, സർക്കുലർ റിംഗ് നമ്മൾ റിംഗ് പഠിച്ചു. റിങ്ങിൻ്റെ കേസിൽ ഐ എന്ന് പറയുന്നത് ഇപ്പം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. തിരിച്ചുള്ള ഡയമട്രിക്കൽ ആക്സിസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഐ ഡയമട്രിക് കേസ് ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ, ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ റെഫർ ചെയ്യണം, എം ആർ സ്ക്വയർ ബൈ 2. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഒക്കെ അത് തന്നെയാണ്. സോ ദാറ്റ് ഈസ് നോട്ട് എ കൺസേൺ ഹിയർ. ഞാൻ ഇത് വന്നപ്പോൾ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. സോ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ആംഗുലാർ മൊമെൻറ്റം അല്ല, ആംഗുലാർ മൊമെൻറ്റത്തിന് എന്തുമാത്രം ചേഞ്ച് സംഭവിച്ചു. സോ ഐ മാറുന്നില്ല, ഐ ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്, പക്ഷെ നമ്മുടെ ഒമേഗയാണ് മാറുന്നത്. സോ ഡെൽറ്റ ഇൻ ഒമേഗ, സോ ദാറ്റ് മീൻസ് ഐ ഇൻറ്റു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതാണ്. അപ്പം നമുക്ക് എന്തറിയാം, ടൗ നമുക്കറിയാം, ടൗ ഈസ് ഗിവൺ അസ് 1.25. അപ്പോൾ ടൗവിൻ്റെ ഐ ആൽഫേനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ടൗ ഐ ആൽഫയെ നമ്മൾ ഈ രീതിയിൽ മാറ്റി എഴുതി. അപ്പോൾ ടൗ ഐ ആൽഫ എന്ന് പറയുന്നത് ടൗ ഈസ് ഈക്വൽ ടു ഐ ആൽഫ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി അല്ലേ, അതായത് ആംഗുലാർ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഈസ് അതെന്താ തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് 1.25 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട എന്താ, ഡെൽറ്റ എൻ, ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം, അതാണ് ദിസ്, ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഡബ്ല്യു എഫ് മൈനസ് ഡബ്ല്യു ഇനിഷ്യൽ അല്ലേ. അപ്പോൾ അതെന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് 1.25 ഇൻറ്റു ടി എടുത്താൽ കിട്ടില്ലേ. സോ 1.25 ഇൻറ്റു ടി എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്, what is the value of t, that is 4 seconds into 4. ഓക്കെ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 125 ഇൻറ്റു 4, 5. സോ 1.25 അതുകൊണ്ട് ഇറ്റ് ഈസ് 5. സോ ദാറ്റ് ഈസ് 5 എത്രയാ, കെ ജി മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, ആംഗുലാർ മൊമെൻറ്റവും അതുപോലെ തന്നെ ടോർക്കും. ജസ്റ്റ് ബാക്കിയൊക്കെ നമുക്ക് സുഖമായിട്ട് ഡെറൈവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. സോ ഇതേമാതിരി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യുക, ടൗ ഓർക്കുക, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അഥവാ ഇതൊക്കെ കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ലീനിയർ മോഷനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലവും 2024 തന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ പേപ്പർ പേന എടുക്കുക, ഈ പ്രോബ്ലം ഒന്ന് വായിച്ചിട്ട് സ്വന്തമായി പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മളുടെ ഡിസ്കഷൻ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കുക. ഓക്കെ, എന്നിട്ട് നോക്കുക ആൻസർ കറക്റ്റ് ആണെന്ന് എന്നിട്ട് ചെക്ക് ചെയ്യുക. പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു വീലാണ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. എ വീൽ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 4 × 10⁻³ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഐ നമുക്ക് തന്നിട്ടുണ്ട്, 4 × 10⁻³ kg/m², റൊട്ടേറ്റ്സ് വിത്ത് ആൻ ആംഗുലാർ സ്പീഡ് തന്നിട്ടുണ്ട്. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒമേഗ, ദാറ്റ് ഈസ് ആംഗുലാർ സ്പീഡ്, ഒമേഗ എന്ന് പറയാൻ പറ്റില്ല, സ്പീഡ് 25 revolutions/second ആണ് തന്നിരിക്കുന്നത്. ആംഗുലർ സ്പീഡ് revolutions per secondലാണ് തന്നിരിക്കുന്നത്. ദ ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ഈ ഒരു വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അത് 1 സെക്കൻഡിൽ 25 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഒരു സെക്കൻഡിൽ 25 revolutions കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം, 10 സെക്കൻഡ് സ്റ്റോപ്പ് ഇറ്റ്, 10 സെക്കൻഡ് കൊണ്ട് അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ടോർക്ക് അപ്ലൈ ചെയ്താലാണ് അത് 10 സെക്കൻഡ് കൊണ്ട് ഈ 25 revolutions/second എന്നുള്ള ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നമ്മൾ തന്നിരിക്കുന്നതൊക്കെ ഒന്ന് എഴുതാം. വീൽ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു 4 × 10⁻³
okay, kg per m square. So rotates with an angular speed. നമുക്ക് revolutions per second, revolutions per minute എന്നൊക്കെ തരുവാണെങ്കിൽ that is our frequency, that is 25 revolutions per second. So ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? omega is equal to 2 pi by t or 2 pi f is equal to 2 pi into 25, that is equal to എത്രയാണ്? 50 pi റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയതാണ് ഒമേഗ. സോ ദാറ്റ് ഈസ് ഒമേഗ ഇനിഷ്യൽ. പിന്നെ അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ടോർക്ക്? സോ ദാറ്റ് ഈ ഒമേഗ ഫൈനൽ എന്ന് പറയുന്നത് എന്താക്കണം? അത് അനങ്ങാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി 0. ഒമേഗ ഫൈനൽ സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യണം. അതിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 10 seconds ആണ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി നമുക്ക് എന്താ അറിയാം? ടൗ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. സോ ഐ ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ എന്തൊക്കെ നമുക്കത് ടൗ അല്ലേ കണ്ടുപിടിക്കണ്ടേ? യെസ്, വി നീഡ് ടു ഫൈൻഡ് ദ ടൗ. സോ ഈ തന്നിരിക്കുന്നതൊക്കെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സോ വാട്ട് ഈസ് ഐ? ഈ സ്റ്റേജിലെങ്കിലും നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ നോക്കാം. സോ വാട്ട് ഈസ് ഐ? ദാറ്റ് ഈസ് 4 × 10⁻³ എല്ലാം കണ്ടിട്ട് പോകരുത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ മിസ്റ്റേക്സും നമ്മൾ എക്സാമിനേഷൻ ഹോളിന് മുന്നേ സ്വന്തമായിട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് ഇതിൽ കറക്റ്റ് അതിനകത്ത് പോയി ചെയ്യാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് പൊയ്ക്കണം. അപ്പം നമുക്കറിയാം ഇന്നയിടത്തൊക്കെ നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ യു റൈറ്റ് ഇറ്റ് ഡൗൺ. ഐ എന്ന് പറഞ്ഞാൽ 4 × 10⁻³ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഒമേഗ എഫ്? ഒമേഗ ഫൈനൽ ഈസ് 0. ആൻഡ് വാട്ട് ഈസ് ഒമേഗ ഇനിഷ്യൽ? നമുക്ക് കിട്ടിയാലോ 50 pi ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ടൈം ഗിവൺ? ടൈം എത്രയാണ് പറഞ്ഞേക്കുന്നത്? 10 seconds. 10 സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് ഈ സാധനത്തിന് നിർത്തേണ്ടത്. സോ 4 × 10⁻³ ഇൻറ്റു ഒരു മൈനസ് ഉണ്ട് ഇപ്പുറത്ത് 50 pi ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഈ ഒരു 0 ക്യാൻസൽ ആവുമല്ലോ. 4 20. സോ 20 pi ഇൻറ്റു 10⁻³ സോ മൈനസ് ഉണ്ട്. അത് താഴേക്ക് കുറഞ്ഞ് വന്ന് സ്റ്റോപ്പ് ആവുന്നതുകൊണ്ടാണ് ഇത് മൈനസ് വന്നത്. സോ മൈനസ് ആൻസർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട 20 pi × 10⁻³ സോ അങ്ങനെ ഒരു ആൻസർ ഇല്ല. ഓക്കെ, നമുക്ക് -2 ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ എഴുതാമല്ലോ, 2 pi × 10⁻². ഓക്കെ, സോ ദാറ്റ് ഈസ് ഇതെങ്ങനെയാണ് വന്നതെന്നറിയാമല്ലോ. ഒരു 10 ഉണ്ട്, അതിനെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇറ്റ് ബിക്കംസ് 2 pi. 2 pi × 10⁻² ആണ്. ദാറ്റ് ഈസ് അവർ ആൻസർ. സോ വെരി സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ എന്തായാലും ചെയ്യുക. ഈ ടേംസ് അറിയുക, നമ്മുടെ ലീനിയർ മോഷനുമായിട്ട് ഇത് കമ്പയർ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ തന്നെ 2024 തന്നെ ഒരു പ്രോബ്ലം ആണ്. ദ ടോർക്ക് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ആംഗുലർ സ്പീഡ് ഓഫ് എ യൂണിഫോം സോളിഡ് ഡിസ്ക് ഓഫ് മാസ് 10 kg. ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. മാസ് ഇസ് 10 kg ആൻഡ് ഡയമീറ്റർ ഈസ് 0.5 meters ഫ്രം 0 to സ്പീഡ് ചേഞ്ച് ആവുന്നത് 0 to 120 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഇൻ 5 seconds. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോർക്കാണ്. വി വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ടോർക്ക്. വാട്ട് ഈസ് ഗിവൺ? ഇറ്റ് ഈസ് എ യൂണിഫോം സോളിഡ് ഡിസ്ക്. സോളിഡ് ഡിസ്ക് ആണ്. അതിൻ്റെ മാസ് ഈസ് എത്രയാ? 10 kg ആൻഡ് ഡയമീറ്റർ ഈസ് എത്രയാ? 0.5 meter. ആൻഡ് എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? സ്പീഡാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഒമേഗ ഇനീഷ്യൽ ഈസ് 0 ബട്ട് ഇറ്റ് ഈസ് ഗിവൺ റൊട്ടേഷൻ പെർ മിനിറ്റ്. റൊട്ടേഷൻ പെർ മിനിറ്റ് തരുമ്പോൾ നമുക്കറിയാം എന്താണത്. ദാറ്റ് ഈസ് എഫ്. എഫ് ഈസ് ഈക്വൽ ടു 120 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഉടനെ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തോളുക. എന്തുവാ? 120 by 60. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു 2 റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. So our omega final is equal to 2 pi by t, that is 2 pi into f, that is 2 pi into 2 equal to 4 pi. ഓക്കെ, ഒമേഗ എഫ് എന്ന് പറഞ്ഞാൽ 4 pi റേഡിയൻസ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. ഒമേഗ ഇനിഷ്യൽ കിട്ടി, ഒമേഗ എഫ് കിട്ടി. ഇനി നമുക്ക് ടൗ കണ്ടുപിടിച്ചാൽ പോലെ ടൗ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ, ദാറ്റ് ഈസ് ഐ ഇൻറ്റു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി. അതാണ് നമ്മുടെ ടൗ. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒമേഗ ഫൈനൽ നമുക്കറിയാം, ഒമേഗ ഇനിഷ്യൽ ഈസ് 0. അതായത് ആക്ച്വലി എഫ് ഇനിഷ്യലാണ് 0. സോ അതിപ്പോൾ എന്ത് ചെയ്താലും ഒമേഗ 0 ആയി മാറുമല്ലോ.
ടൈം എത്ര, ടൈം തന്നിട്ടുണ്ടോ? ഓക്കെ, ടൈം ഈസ് ഓൾസോ ഗിവൺ. ടൈം ഈസ് ഈക്വൽ ടു 5 seconds. ടൈം തന്നിട്ടുണ്ട്. ബട്ട് വി ഡോണ്ട് നോ ഐ നമുക്കറിയത്തില്ല. ഐ തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഐക്ക് നമുക്കൊരു കാര്യം അറിയാം, ഇറ്റ് ഈസ് സോളിഡ് ഡിസ്ക് ആണെന്നറിയാം. സോ വാട്ട് ഈസ് ഐ ഫോർ സോളിഡ് ഡിസ്ക്? ഐ ഫോർ സോളിഡ് ഡിസ്ക് ഈസ് ഈക്വൽ ടു mr²/2. ഓക്കെ, വേറെ അപ്പോൾ ഈ ഡയറക്ഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട്. സോ യു ടേക്ക് ഇറ്റ് ആസ് mr²/2. എം ഈസ് വാട്ട് 10 kg. ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സോ യു മേക്ക് ഇറ്റ് ആസ് ആർ. എല്ലാം അറിയാം, പക്ഷേ ഡയമീറ്ററാണ് തന്നതെന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. സോ അവർ റേഡിയസ് ഈസ് ഈക്വൽ ടു എന്താണ്? 0.5/2. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.25 മീറ്റർ. അത് ശ്രദ്ധിച്ചോണം, ഇതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. ഓക്കെ, ആർ ഈസ് 0.25. സോ ഇറ്റ് ഈസ് 0.25²/2. അത് മനസ്സിലായല്ലോ. ഐ ഈസ് ഗിവൺ, ടി ഈസ് ഗിവൺ, നമുക്ക് WF WI വി നോ. സോ അതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ടൗ ഈസ് ഈക്വൽ ടു 10 × 0.25 × 0.25 ഓക്കെ, വാട്ട് ഈസ് എഫ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 2π × 2 -0 ഞാൻ പ്രത്യേകിച്ച് എഴുതുന്നില്ല, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ടൈം? 5. ഓക്കെ, സോ ഇത് രണ്ട് വെട്ടിക്കളയാം. എന്ത് വരും? I 2 10. ഓക്കെ, ഇതെല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാമല്ലോ. 2 2 4 4 2 8 8 ഇൻറ്റു, അതായത് 0.25 × 25 എന്ന് പറഞ്ഞാൽ 625. ദാറ്റ് ഈസ് 0.0625 ഇൻറ്റു എന്തൊക്കെ വരും? 8π അല്ലേ? നമുക്ക് തിരിച്ചെഴുതാം. ഓക്കെ, സോ 2 4 8 8π ഇൻറ്റു 25 × 25 ഡിവൈഡഡ് ബൈ 100 × 100. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവല്ലോ. ദാറ്റ് ഈസ് 4. ഇവിടെയും വെട്ടിപ്പോകുമ്പോൾ 4. ഓക്കെ, 8 4, ഇത് 2 കിട്ടി. സോ ഹിയർ ഇറ്റ് ഈസ് 2. ശരിയല്ലേ? സോ വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് π/2 Newton meter ഈസ് അവർ ടൗ. സോ ആൻസർ എവിടെ ഉണ്ടോ നോക്കിയേ. ജസ്റ്റ് ഞാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ ഈ പോയിൻ്റ് ഒന്നുകൂടെ നോക്കിക്കോട്ടെ. സോ ബാക്കി നമുക്ക് കിട്ടിയത് 2 × 25 × 25 × 4π ഡിവൈഡഡ് ബൈ 25 മാറ്റി കഴിയുമ്പോൾ താഴെ 100 × 100. അപ്പോൾ 25 × ഇത് 4, ശരിയല്ലേ? ഇത് വന്നിട്ട് 4, ഒരു 4 വെട്ടിപ്പോയി. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 2. സോ വി ആർ ഗെറ്റിംഗ് π/2. 4 റേഡിയൻസ് നമ്മൾ 4π റേഡിയൻസ് ആണല്ലേ. ωF ഈസ് 2π എന്നാണ് ഞാൻ എഴുതിയത്. ωF ഈസ് 2π. ഓക്കെ, ശരിയാണെന്ന് നോക്കട്ടെ. I × α, I × ω ഫൈനൽ മൈനസ് ωI. ജസ്റ്റ് എ മിനിറ്റ്, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നോ എന്നൊരു ഡൗട്ട് ഒന്നുകൂടെ ചെയ്യാം. സോ I ഈസ് വാട്ട് 10 × 0.25 × 0.25/2. ഓക്കെ, അതാണ് I. ഇനി ω ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π I α 4π. ഇനി ടി എത്രയാണ്? വാട്ട് ഈസ് എ ടി ഈസ് 5 seconds. അപ്പോൾ ഈ 5 × 2 വന്നു. നമുക്കിത് എക്സ്പാൻഡ് ചെയ്താൽ ഈ 2ഉം വെട്ടിപ്പോയി. 25 × 25 × 4π ഡിവൈഡഡ് ബൈ 100/100. ഓക്കെ, അപ്പം 25 4 100. ഹിയർ ഓൾസോ 25 4 100. ഒരു 4 വെട്ടി. സോ ഇറ്റ് ബിക്കംസ് 5/4 ആണ് നമ്മുടെ ന്യൂട്ടൺ മീറ്റർ ഈസ് അവർ ആൻസർ. ഓക്കെ, സോ ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത്ര എക്സ്ട്രാ ഒക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാതെ 2ഓ 1ഓ ഒക്കെ മാറിപ്പോവും. അതിനനുസരിച്ച് ഒരു ആൻസറിലും ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് തന്നുകൊണ്ടിരിക്കും. സോ ആൻസർ ഈസ് ടൗ ഈസ് അവർ π/4 ന്യൂട്ടൺ മീറ്റർ. വെർ ഇസ് ആൻസർ? ഓക്കെ, π/4 ന്യൂട്ടൺ മീറ്റർ. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ 6 അറിയാതെ D നമ്മൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സും ഇതിൻ്റെ കളിയാണ്, അത് ചിലപ്പോൾ മാറിപ്പോകും നമ്മൾ. പിന്നെ നമ്മുടെ mr²/2 എന്തായാലും ഓർത്തിരിക്കുക ഫോർ സോളിഡ് ഡിസ്ക്. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. അഗെയിൻ കീം 2024 ഒരു പ്രോബ്ലമാണ്. നമുക്ക് നോക്കാം. ഇഫ് ആൻ ഐഡിയൽ എൻജിൻ
needs to transmit a torque 200 Newton meter. To maintain a motor at a uniform angular speed of 300 radians per second, then the power required for the engine. ഒരു എൻജിൻ നമുക്ക് വർക്ക് ചെയ്യിക്കണം, അതിന് ഒരു ടോർക്ക് കൊടുക്കണം. എന്തിനാണ്? ആ ടോർക്ക് കൊടുത്താൽ മാത്രമേ ആ എൻജിൻ ഈ 300 റേഡിയൻസ് പെർ സെക്കൻഡിൽ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം പവർ അല്ലെങ്കിൽ എന്തുമാത്രം കറണ്ട് നമ്മൾ അതിന് കൊടുത്താലാണ് ഈ മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. സോ ദാറ്റ് വി നീഡ് ടു ഫൈൻഡ്. അപ്പോൾ എന്താ വേണ്ടത്? ടോർക്ക്. നമുക്ക് തന്നിരിക്കുന്ന ടൗ ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ മീറ്റർ. പിന്നെ തന്നേക്കുന്ന ടൗ എന്ന് പറഞ്ഞാൽ 200 തന്നിട്ടുണ്ട് നമുക്ക്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താ? യൂണിഫോം ആംഗുലർ സ്പീഡ്. ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഒമേഗ. ഇറ്റ് ഈസ് ഗിവൺ ആസ് 300 റേഡിയൻസ് പെർ സെക്കൻഡ്. അതിന് എന്താ? മെയിൻറ്റെയിൻ, നീഡ് ടു ട്രാൻസ്മിറ്റ്. അപ്പോൾ ഒമേഗ ആക്ച്വലി ദിസ് ഈസ് ഫൈനൽ ആൻഡ് ഒമേഗ എന്ന് എഴുതിയാലും മതി. പവർ റിക്വയർഡ് ഫോർ ദ പവർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, പവർ. സോ റൊട്ടേഷണൽ പവർ നമുക്കറിയാം. ലീനിയർ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ മോഷനിൽ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് ഫോഴ്സ് ഇൻറ്റു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഈ സെയിം കേസ് നമ്മൾ റൊട്ടേഷണൽ മോഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് എത്രയാണ് ഇവിടെ? ടൗ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ കേസിൽ ഡി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എസ്. ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഒരു എൻഡ് പോയിൻ്റ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ റൊട്ടേഷണൽ മോഷനിൽ എന്താണ്? റൊട്ടേഷണൽ മോഷനിൽ θ1 θ2. സോ ഇതാണ് നമ്മുടെ തീറ്റ. സോ ടൗ ഇൻറ്റു തീറ്റ ഫൈനൽ മൈനസ് തീറ്റ ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം. സോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി. സോ ഹിയർ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആംഗുലർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. നമുക്ക് തന്നിട്ടുള്ള ഈ രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ടൗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. സോ ആംഗുലർ വെലോസിറ്റി 300 മൾട്ടിപ്ലൈ ചെയ്യുക 60,000 വാട്ടാണ് നമ്മുടെ പവർ. ഓക്കെ, ഇവിടെ കിലോ വാട്ടിലാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 60,000 ഡിവൈഡഡ് ബൈ 1000. 30 വെട്ടി. സോ ദിസ് ഈസ് 60 കിലോ വാട്ട്. പവർ എന്ന് പറഞ്ഞാൽ 60 കിലോ വാട്ട്. ഒരു മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാൻ. അഥവാ നിങ്ങൾക്ക് ഈ റൊട്ടേഷണൽ മോഷനിലെ പവറിൻ്റെ ഇക്വേഷൻ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ടു ലീനിയർ മോഷൻ. ലീനിയർ മോഷനിലെ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ഉണ്ട്. ഇത് നമ്മുടെ വെലോസിറ്റിയാണ്. ഹിയർ വി ക്യാൻ പുട്ട് ആംഗുലർ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ലീനിയർ വെലോസിറ്റി. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ വളരെ സിമ്പിളാണ് റൊട്ടേഷണൽ മോഷൻ. ലീനിയർ മോഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സെയിം നമ്മൾ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ കുറച്ച് ടേംസ് പഠിക്കുക. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ടോർക്ക്, റേഡിയസ് ഓഫ് കൈറേഷ്യ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അങ്ങനെയുള്ള കുറേ ടേംസൊക്കെ ഒന്ന് പഠിച്ചിട്ട് അതെന്താണെന്ന് ആ കൺസെപ്റ്റ് ഒന്ന് പഠിച്ചിട്ട് നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും പേപ്പറും പേന എടുത്തിട്ട് തന്നെ ഇരിക്കണം. പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സീറോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ സില്ലി മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. സോ സ്റ്റഡി വെൽ, കീപ് ഗോയിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.